ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോ ഒരു പ്രോഗ്രാമിന് പോവാണ്. നമ്മുടെ ഷാജേഷ് മാസ്റ്ററിന്റെ 22ാമത്തെ ആനുവൽ ഡേ ആണെന്ന് അവരുടെ കൊച്ചിനിലെ നാളത്തിന്റെ. അപ്പൊ അതിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി നമ്മുടെ 2 കുർണാസുകളിലേക്ക് പോണേ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അവിടെ വെച്ച് കാണാം എന്താണ് സംഭവിക്കുന്നത്. ചെറിയ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അത് ഇവന്മാർക്ക് അറിയാൻ പാടില്ല എന്താന്ന്. അത് അവിടെ ചെല്ലുമ്പോ നമുക്കറിയാം. ഓക്കെ, ഒരുപാട് കലാകാരന്മാർക്കും മാസ്റ്റേഴ്സിനുള്ള ആദരവും ഒക്കെയായിട്ട് ഒരുപാട് പരിപാടികൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ ഒരു പരിപാടിക്ക് ഇവിടെ നിങ്ങൾ സാന്നിധ്യം അറിയിച്ചു. ഒരുപാട് സന്തോഷം. ഒപ്പം വളരെ എന്താ പറയുക, മഴയോട് കൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. ഒരുപാട് പരിപാടികൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കാണേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ ആയിട്ടുണ്ട്. അതിന്റെ പേരിൽ അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഡാൻസ് മാസ്റ്റർ സോണി തോമസ്, ഡാൻസ് മാസ്റ്റർ പ്രമീത അനീഷ്, മാസ്റ്റർ രഞ്ജൻ, സോജ നിധി, സുമേഷ് മാസ്റ്റർ, അജിത, മനീഷ് മാസ്റ്റർ, സുദർശൻ മാസ്റ്റർ, ഇവരെല്ലാവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജന്മ മാഡത്തിന് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജമ്മ ജോസഫ് മാമിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോണി തോമസ് മാസ്റ്റർ ഈ ആദരവ് സ്വീകരിക്കുന്നതിന് വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവരുടെ സർപ്രൈസ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇവർക്ക് അറിയാൻ പാടില്ല എന്ത് പ്രോഗ്രാം. ഞാൻ പറഞ്ഞൊരു പ്രോഗ്രാം കാണാനാണ് പോണെന്നാണ് പറഞ്ഞത്. അവിടെ എന്നെ ആദരിക്കാനാണ് വിളിച്ചത്. പക്ഷെ അത് ഇവർക്ക് അറിയില്ലായിരുന്നു. ഇവരുടെ സർപ്രൈസ് അതായിരുന്നു. ഇവർക്ക് മനസ്സിലായില്ലേന്ന് അറിയില്ല. അത് വേറെ കാര്യം. ഇത് കണ്ടില്ലേ, പൊന്നാടയൊക്കെ ഇട്ടത് ഇവിടെ നിൽക്കണേ, ഓരോ ട്രോഫിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് വിളിച്ചിരിക്കുന്നത്, ആദരിക്കലും കാര്യങ്ങളൊക്കെ. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഷാജേഷിന് 1000 നന്ദി ഞാൻ പറയുന്നു. ഓക്കെ, ഷാജേഷിൻ്റെ അടുത്ത ഇപ്പോൾ 22ാമത്തെ ആനുവൽ ഡേ ആയിരുന്നു. ഇതുപോലെ അടുത്ത കൊല്ലങ്ങളിൽ സംഭവങ്ങളൊക്കെ നടക്കട്ടെ. ഞങ്ങളെയൊക്കെ പിന്നെയും വിളിച്ച് ആദരിക്കും. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആരും സാറില്ല, അതൊക്കെ അവർക്ക് അറിയാം. അവരെന്തായാലും പറഞ്ഞോളൂ. അപ്പൊ ഓക്കെ, ബോറടിച്ചെങ്കിൽ അതൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾ അങ്ങനെ ചെയ്തേക്ക് കേട്ടാ. ഈ സംഭവങ്ങളൊക്കെ എപ്പോഴും കേട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത്. ഇനി ഇവർക്കൊരു നിർബന്ധം, അത് നിങ്ങൾ അനുഭവിച്ചോളൂ. ഓക്കെ, ബൈ.